നമ്മൾ ഋഭുഗീതയിലൂടെ ബ്രഹ്മത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നു. ബ്രഹ്മത്തിൽ തന്നെ ഇരിക്കുമ്പോൾ എവിടെ ഉയരാനാണ്? നിങ്ങൾ ബ്രഹ്മം തന്നെ ആയിരിക്കുകയാണ്. ബ്രഹ്മത്തിന് അന്യമായിട്ട് ഒന്നുമില്ല. സർവം ഖലു ഇദം ബ്രഹ്മം, എല്ലാം ബ്രഹ്മം തന്നെയാണ്. ആ അറിവിലേക്ക് ഉണരുന്നതിന് വേണ്ടിയിട്ട് എത്ര കാലം അതിനെക്കുറിച്ച് നിരന്തരമായിട്ട് വിചാരം ചെയ്യണം? ഒരു ജന്മം കൊണ്ട് പറ്റുമോ? പറ്റിയേക്കാം. അനവധി ജന്മങ്ങൾ കൊണ്ട് വിചാരിച്ചിട്ട് പോലും പറ്റാത്ത ആളുകളുണ്ട്. അതേസമയത്ത് ഒരു പ്രാവശ്യം കേൾക്കുമ്പോൾ തന്നെ യെസ് ഐ എം ദാറ്റ് എന്ന് പറഞ്ഞ് സർവവും ഇട്ടെറിഞ്ഞിട്ട് ഓടുന്ന ആൾക്കാരുണ്ട്. ആ ഒറ്റ പ്രാവശ്യം കേൾക്കുമ്പോൾ തന്നെ ഞാൻ അതാണെന്ന് ബോധിച്ചിട്ട് ഒന്നും ഇട്ടെറിഞ്ഞിട്ട് ഓടാതെ എല്ലാത്തിൻ്റെയും നടുവിൽ നിന്നുകൊണ്ട് അതായിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. നോക്കൂ, അതെന്തെളുപ്പം. അറിഞ്ഞിട്ട് ഞാൻ അതാണെന്ന് ബോധിച്ചിട്ട് ഒന്നും ഉപേക്ഷിക്കാതെ എല്ലാത്തിനോടൊപ്പവും ചേർന്ന് നിന്നുകൊണ്ട് ജീവിച്ചുകൊണ്ട് അതല്ലാതെ ഇരിക്കുക. ലൗകികത്തിൽ നിൽക്കുമ്പോൾ ഏതുപോലെ പത്മപത്രമിവാംബസ, ഏത് പ്രകാരമാണോ താമര ഇലയിൽ ജലത്തുള്ളി വീണാൽ അത് ആ ഇലയുമായിട്ട് സ്പർശിക്കാതിരിക്കുന്നത്, അതുപോലെ ഏതൊരാളിൻ്റെ ബോധത്തിലാണോ ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ കുട്ടപ്പനോ ഗോപാലകൃഷ്ണനോ ഒന്നുമല്ല, ഞാനെന്ന് പറയുന്നത് ആ സച്ചിദാനന്ദ സ്വരൂപം സർവചരാചരങ്ങളുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ആ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന സർവാന്തര്യാമിയായ ശുദ്ധബോധം, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന ബോധത്തിലേക്ക് ഉണർന്ന് ആ ഭാവത്തിൽ ആരാണോ തൻ്റെ ശ്രദ്ധയെ സദാ നിലനിർത്തുന്നത് നിരന്തര വിചാരത്തിലൂടെ, ശിവോഹം 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 ആർ സോഹം സോഹം സോഹം, ഞാൻ അതാകുന്നു. ഏതൊന്ന് എൻ്റെ ഉള്ളിലില്ലെങ്കിൽ ഈ ശരീരത്തിന് നിലനിൽപ്പില്ലയോ അത്. ഏതൊന്നാണോ എൻ്റെയും ഈ സർവ്വ ശരീരങ്ങളിൽ കൂടിയും കടന്നുപോയി എല്ലാത്തിനെയും ചൈതന്യവത്താക്കി നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് ആ ശുദ്ധ സ്വരൂപം, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം. അതാണ് തന്നിലെ താൻ എന്ന് ബോധിച്ച് ആ ബോധനിലയിൽ നിന്നുകൊണ്ട് സർവകർമ്മങ്ങളിലും വ്യാപരിക്കുക. മയി സർവാണി കർമാണി സന്യസ്യ അധ്യാത്മചേതസ, എല്ലാ കർമ്മങ്ങളും എന്നിൽ തന്നെ സമർപ്പിച്ചുകൊണ്ട് യുദ്ധ്യജ, അടരാടുക. ഈ ജീവിതം എന്ന് പറയുന്ന ഒരു യുദ്ധം പോലെയാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല അവസാനിക്കുന്നത്, പര്യവസാനിക്കുന്നത്. എന്നാൽ ഏതൊരാളാണോ എല്ലാത്തിൻ്റെയും നടുവിൽ നിന്നുകൊണ്ട്, ഏത് പ്രകാരമാണോ ആകാശത്തിലെ മേഘങ്ങൾ ആകാശത്തെ സ്പർശിക്കാതിരിക്കുന്നത്, അതുപോലെ എല്ലാ വ്യാപാരങ്ങളുടെയും നടുവിൽ നിങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതൊന്നും നിങ്ങളെ സ്പർശിക്കാതിരിക്കണം. അതിന് എന്താ മാർഗം? തന്നെ അറിയുക, അവനവനെ അറിയുക. എങ്ങനെ അറിയേണ്ടത്? ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ കുട്ടപ്പനോ ഗോപാലകൃഷ്ണനോ ഹിന്ദുവോ ക്രിസ്ത്യനോ മുസൽമാനോ ഒന്നുമല്ല. ഞാനെന്ന് പറയുന്നത് നാമരൂപരഹിതമായ ആ ചൈതന്യ സ്വരൂപം, സർവരുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്ന, ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും മുസൽമാൻ്റെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്ന, സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം, അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം. അതാണ് താൻ, തന്നിലെ താൻ, നാട്ട് ഞാൻ. നമ്മളെല്ലാവരും ഞാൻ ഭാവത്തിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഞാൻ ഭാവത്തിൽ തന്നെയാണ് മരിക്കാൻ പോകുന്നതും. അങ്ങനെ മരിക്കുകയാണെങ്കിൽ വീണ്ടും ജനിച്ചേ നോക്കൂ. പുനരഭിജനനം പുനരഭിമരണം പുനരഭിജനനി
ജഡരേ ശയനം എന്ന മട്ടിൽ സംസാരം തുടർന്നുകൊണ്ടിരിക്കും. ആ സംസാരത്തിന് ഒരറുതി വരുത്തണമെങ്കിൽ മനുഷ്യ ശരീരത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അതിനുള്ള സന്ദർഭം. ആ സന്ദർഭത്തിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോരുത്തരും. പക്ഷേ ഈ അടുത്ത കാലത്ത് തന്നെ ഒരാൾ സ്വയം വെടിവെച്ച് മരിച്ചപ്പോൾ അദ്ദേഹത്തിന് ആ അറിവ് കിട്ടിയില്ല. തൻ്റെ ജീവനെ സ്വയം ഒടുക്കിക്കളഞ്ഞു. അതേ സമയത്ത് ഈ അറിവിലേക്ക് ഉണർന്നിരുന്നു എങ്കിൽ ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയല്ല, ഈ ശരീരത്തിലും എല്ലാ ശരീരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന ആ സർവേശ്വര ചൈതന്യമാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം. തന്നിലെ താൻ എന്നുള്ള ബോധത്തിലേക്ക് ഉണർന്നിരുന്നു എങ്കിൽ അത് എല്ലാവർക്കുമൊന്നും കിട്ടുകയില്ല. ശ്രവണായപി ബഹുബിർ യോ ന ലഭ്യ, കേൾക്കാൻ പോലും കിട്ടുകയില്ല. നിങ്ങളൊക്കെ എത്രയോ സുഹൃതം ചെയ്തിട്ടുള്ള ആളുകൾ നിരന്തരമായിട്ട് എല്ലാ ഞായറാഴ്ചയും അത് കേൾക്കാൻ സാധിക്കുന്നു. ഈ ചെവിയിൽ കൂടി കേട്ട് ഈ ചെവിയിൽ കൂടി അങ്ങനെ പോകുന്ന ആൾക്കാരുമുണ്ട്. പക്ഷേ ഈ ചെവിയിൽ കൂടി കേട്ട് ഹൃദയത്തിൽ കൂടി പ്രവേശിച്ച് ഈ മറ്റേ ചെവിയിൽ കൂടി പുറത്തു പോകുന്ന ആളുകൾക്ക് അത് ഹൃദയത്തിൽ സ്വാംശീകരിക്കപ്പെടും. ആ സ്വാംശീകരിക്കപ്പെടുന്ന ആളുകൾ സ്വയം ബോധവാനായിത്തീരും. ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയല്ല. ഈ പേര് നിങ്ങൾക്ക് ആരാ തന്നത്? നിങ്ങൾ ജനിച്ചപ്പോൾ പേരില്ലാതെ ജനിച്ചു. ആരായാലും ശരി, അവർക്ക് നാമമില്ല, രൂപവുമില്ല. നാമരൂപരഹിതമായിട്ട് ജനിച്ച് രൂപമുണ്ടായി, നാമമുണ്ടായി, ജീവിച്ച് മരിക്കുന്നു. ഈ മരിക്കുന്നതിന് മുൻപ് ഏതൊരാളാണോ തൻ്റെ സത്തയെ ഈ നാമരൂപങ്ങളിൽ നിന്ന് വേർപെടുത്തി നാമരൂപരഹിതമായ ആ സത്തയാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് ആ ബോധനിലയിലേക്ക് ആരുടെ ശ്രദ്ധയാണോ നിരന്തര വിചാരത്തിലൂടെ ഉയർന്ന് അതിൽ സ്ഥിതി നേടുന്നത്, ആരുടെ പ്രജ്ഞയാണോ അതിൽ പ്രതിഷ്ഠിതമാകുന്നത്, അയാൾക്കാണ് പുനർജന്മമില്ലാത്ത അവസ്ഥ ഉണ്ടാകുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അയാൾ അതുമായിട്ട് യോജിച്ചു. ദാറ്റ് ഈസ് കാൾഡ് യോഗ. ആ മനുഷ്യ ജന്മത്തിൽ ആ പ്രാപ്തി ആർക്കാണോ ഉണ്ടാകുന്നത് അവർക്കാണ് ഈ ജീവിതം സഫലമായി തീരുന്നത്. സഫലമീ ജീവിതം എന്ന് പറയാൻ അവർക്ക് മാത്രമേ അർഹതയുള്ളൂ. ഇപ്പോൾ നമ്മൾ 4-ാമത്തെ മന്ത്രം കഴിഞ്ഞു, 5-ാമത്തെ മന്ത്രത്തിലേക്ക് കടക്കുകയാണ്. 4-ാമത്തെ മന്ത്രത്തിൽ പറഞ്ഞത് ദേഹത്രയ വ്യതിരിക്തോഹം ബ്രഹ്മചൈതന്യമസ്മ്യഹം ബ്രഹ്മാഹമിതി യസ്യാന്ത സ ജീവൻ മുക്ത ഉച്യതേ. ഈ 3 ശരീരങ്ങളുമല്ല ഞാൻ. ദേഹത്രയ വ്യതിരിക്തോ അഹം, ദേഹത്രയ വ്യതിരിക്ത അഹം ഞാൻ. ഈ 3 ശരീരങ്ങൾ, സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളൊന്നുമല്ല ഞാൻ. എന്താ? ദേഹരഹിതമായിട്ടുള്ള ഈ ശരീരത്തിനകത്തിരിക്കുന്ന ദേഹി. ദേഹി നിത്യമവധ്യോയം ദേഹേ സർവസ്യ ഭാരത. സർവരുടെയും ശരീരത്തിൽ കുടികൊള്ളുന്ന, ആരാലും വധിക്കപ്പെടാൻ കഴിയാതിരിക്കുന്ന ആ ശുദ്ധ സ്വരൂപം, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന ബോധത്തിലേക്ക് ഉണർന്ന് ആ ഭാവത്തിൽ ആരുടെ ശ്രദ്ധയാണോ ഉറപ്പ് നേടുന്നത് അവനെയാണ് ജീവൻ മുക്തൻ എന്ന് പറയുന്നത്. അതിന് ഭാര്യ ഒരു തടസ്സമല്ല, മക്കളൊരു തടസ്സമല്ല, കുടുംബം ഒരു തടസ്സമല്ല, ജോലി ഒരു തടസ്സമല്ല. എല്ലാം നിലനിർത്തിക്കൊണ്ട് ഏതൊരാളിനും ആ നിലയിലേക്ക് തൻ്റെ ശ്രദ്ധയെ ഉയർത്തി അതിൽ ബലപ്പെടുത്താം. അത് വലിയ ഭാരവുമായിട്ട് ഒരു മല കയറുന്നത് പോലെ ക്ലിഷ്ടമാണ്. എല്ലാം ഉപേക്ഷിച്ച് ആ മാർഗത്തിലേക്ക് പോയാൽ അതിനേക്കാളും ക്ലിഷ്ടമാണ്. കാരണം എവിടെ പോയിരുന്നാലും ശ്രദ്ധ മുഴുവനും ഇവിടെ ആയിരിക്കും.
അതുകൊണ്ട് എല്ലാത്തിൻ്റെയും നടുവിലിരുന്നു കൊണ്ട് ഏതൊരാളിനും വളരെ നിസ്സാരമായിട്ട് താനെന്ന് പറയുന്നത് ഇന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞ് ആ തിരിച്ചറിവിലേക്ക് ആരാണോ തൻ്റെ ശ്രദ്ധയെ ഉയർത്തി പ്രതിഷ്ഠിക്കുന്നത്, അതിൽ തന്നെ സ്ഥിരത നേടുന്നത്, അയാളെയാണ് സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നത്. അയാൾക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്, കുടുംബമുണ്ട്, എല്ലാമായിട്ടും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും അയാൾ താമരയിലെ ജലത്തുള്ളി പോലെ ജീവിച്ചു കൊണ്ടിരിക്കും. എല്ലാത്തിൻ്റെയും നടുവിലാണ് അയാൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്നും ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ലല്ലോ, ആവശ്യമില്ല. പിന്നെന്തിനാണ് ഈ സന്യാസിമാരൊക്കെ എല്ലാം ഉപേക്ഷിച്ചിട്ട് പോകുന്നത്? അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന രീതി, അതാണ് എളുപ്പമാർഗം. കാരണം എല്ലാം ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ട് ഒന്നിനോടും മമതയില്ലാത്ത തരത്തിലുള്ള ഒരു മനോവികാരം, മനോഭാവം ഉണ്ടാകുന്ന ആളുകൾക്ക് വളരെ എളുപ്പം അതിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. എന്നാൽ എല്ലാത്തിൻ്റെയും നടുവിലിരിക്കുന്ന ആളിന് എല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് തൻ്റെ ശ്രദ്ധയെ മാറ്റുക എന്ന് പറയുന്നത് ശ്രമകരമായ കാര്യമാണ്. എളുപ്പത്തിൽ അത് സാധ്യമാകുകയില്ല. അതുകൊണ്ടാണ് എല്ലാത്തിനെയും ഉപേക്ഷിക്കുന്ന സമ്പ്രദായം നിലനിൽക്കുന്നത്. അതുകൊണ്ട് താനെന്ന് പറയുന്നത് ഇതാണ് അറിവ്. ദേഹത്രയ വ്യതിരിക്തോഹം, ഈ 3 ശരീരങ്ങളുമല്ല ഞാൻ. എന്നിലുണ്ടാകുന്ന 3 അവസ്ഥകളും എൻ്റെ അല്ല. ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി. അല്ലേ? തൃഷു ധാമസു യത് ഭോക്ത ഭോഗ്യം ഭോഗശ്ച യത് ഭവേത് തേഭ്യോ വിലക്ഷണ സാക്ഷി. ആ സാക്ഷി ചൈതന്യം, ആ സാക്ഷി ചൈതന്യമാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപമെന്ന് നിങ്ങൾ ഓരോരുത്തരും സദാ സ്മരിക്കണം. ആ ബോധം നിങ്ങളുടെ ഉള്ളിൽ നിലനിർത്തണം. ആ സാക്ഷി. ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ആ ഉറക്കത്തിനും സാക്ഷിയായിട്ട് എന്നിൽ ഉണർവോടുകൂടി ഉള്ള ആ ശുദ്ധ സ്വരൂപം, അത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല. അത് ഇങ്ങനെ പ്രവചനത്തിലൂടെ ഒന്നും കിട്ടുന്നതുമല്ല. നായമാത്മാ പ്രവചനേന ലഭ്യോ ന മേധയ ന ബഹുന ശ്രുതേന യമേവൈഷ വൃണുതേ തേന ലഭ്യ. ആരാണോ തന്നെ അതിലേക്ക് സമർപ്പിക്കുന്നത്, ഓയ് ഞാൻ അതാണ്, ബോധിച്ചു, മനസ്സിലായി, ഈ കുട്ടപ്പനോ ഗോപാലകൃഷ്ണനോ നായരോ ഈഴവനോ ഒന്നുമല്ല ഞാൻ, നാമരൂപരഹിതമായ, അതാണ് ജാതി നീതി കുല ഗോത്രദൂരകം, നാമരൂപ ഗുണദോഷവർജിതം. ഏത്? ആ ശുദ്ധ സ്വരൂപം എവിടെയിരിക്കുന്നത്? ഓരോരുത്തരുടെയും ഉള്ളിൽ. ആരുടെ എല്ലാം? ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും മുസൽമാൻ്റെയും പട്ടിയുടെയും പൂച്ചയുടെയും സർവ്വചരാചരങ്ങളുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ആ ശുദ്ധ സ്വരൂപം, അതാണ് തൻ്റെ ഉള്ളിൽ കൂടി ഇന്ന് കടന്നു പോകുന്നത്. അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് ഏതൊരാളാണോ തൻ്റെ ശ്രദ്ധയെ ആ ഭാവത്തിൽ സദാ നിലനിർത്തുന്നത്, ശിവോഹം ശിവോഹം, ശിവം മംഗളസ്വരൂപം, അത് പിരിഞ്ഞാൽ അമംഗളസ്വരൂപം, അതിരിക്കുമ്പോൾ ശിവം, അത് പിരിഞ്ഞാൽ ശവം. നോക്കൂ എന്തെളുപ്പം നമുക്ക് മനസ്സിലാക്കാം. ആ ചൈതന്യം നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിനകത്തിരിക്കുന്നത് കൊണ്ട് നമ്മൾ മംഗളസ്വരൂപമായിട്ടിരിക്കുന്നു. എല്ലാവർക്കും നമ്മൾ പ്രിയരാണ്. ആ ചൈതന്യം ആരിൽ നിന്നാണോ പിരിയുന്നത്, ആ പിരിഞ്ഞ ശരീരം ശവം, പിന്നെ ആർക്കും വേണ്ട. ഭർത്താവിൻ്റെ ശരീരത്തിൽ നിന്ന് അത് പിരിഞ്ഞാൽ പിന്നെ ഭാര്യയ്ക്ക് ആ ഭർത്താവിനെ വേണ്ട. മകൻ്റെ ശരീരത്തിൽ നിന്ന് ആ ചൈതന്യം പിരിഞ്ഞാൽ അമ്മയ്ക്ക് മകനെ പിന്നെ വേണ്ട. ആ ശരീരം കൊണ്ട് എന്തു പ്രയോജനം? അപ്പോൾ ഈ ശരീരത്തിനകത്തിരിക്കുന്ന ശരീരി അത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തിരിച്ചറിഞ്ഞ് ആ ബോധത്തിലേക്ക് ഉണർന്ന് ആരാണോ തൻ്റെ ശ്രദ്ധയെ അതിൽ നിരന്തര വിചാരത്തിലൂടെ ബലപ്പെടുത്തി സദാ ആ ഭാവത്തിൽ തന്നെ ഇരുന്നിരുന്ന് വിചാരം ചെയ്ത് നിരന്തരം
അതാണ് കേൾക്കേണ്ടത്. ശ്രവണം തു ഗുരോഹപൂർവം മനനം തദനന്തരം നിധിധ്യാസനമിത്യേതത് പൂർണ്ണബോധസ്യ കാരണം. കേൾക്കുക, ആ കേട്ട കാര്യത്തെ നിരന്തരം, ഇല്ലേ, ഇങ്ങനെ ഏഷണി പറയാനും സമയമിങ്ങനെ ബലപ്പെടുത്തി നശിപ്പിച്ചുകൊണ്ട് വെറുതെ കളഞ്ഞുകൊണ്ട് ചീട്ടുകളിയിലും അതിലും ഇതിലുമൊക്കെ ഇങ്ങനെ കളഞ്ഞ് സമയത്തെ വെറുതെ കളഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ ആ സമയത്തെ മുഴുവനും നമ്മുടെ ശ്രദ്ധയെ ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് ആരാണോ നിരന്തര വിചാരത്തിലൂടെ, എന്താ വിചാരം, ഞാൻ അതാണ് എന്ന് ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുക. അതാണ് സോഹം സഹ അഹം, ഞാൻ അതാണ്, ശിവോഹം ശിവം, ആ മംഗളസ്വരൂപം, അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം ശിവോഹം എന്നിങ്ങനെ മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കുക, മനസ്സുകൊണ്ട് ജപിച്ചുകൊണ്ടിരിക്കുക. അതുമാത്രം മതി. അത് ജപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രദ്ധ അതായിട്ട് മാറുന്നു, അതിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നു. ആ ഭാവം നമ്മുടെ ഉള്ളിൽ കൂടുതൽ 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 ബലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈട്ടിത്തടിയുടെ ഉള്ളിലെ കറുപ്പ് ഏതു പ്രകാരമാണോ കാലക്രമത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്, അതുപോലെ നമ്മുടെ ശ്രദ്ധയും അതിൽ നിരന്തര വിചാരത്തിലൂടെ ഉറച്ചുകൊണ്ടിരിക്കും. ആ സമയത്ത് എപ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പിരിയേണ്ടി വരുന്നത് എന്ന് നമുക്കറിഞ്ഞുകൂടാ. ആ സമയത്ത് നമുക്ക് പിരിഞ്ഞേ വെക്കൂ. ആ റോയ് എന്ന് പറയുന്ന ആളിൻ്റെ ശരീരത്തിൽ നിന്ന് ജീവൻ പിരിഞ്ഞത് അദ്ദേഹത്തെ തന്നെ പ്രകൃതി നിയോഗിച്ചു, ഒരു ഉപകരണമാക്കി. അദ്ദേഹം തന്നെ തൻ്റെ ശരീരത്തിൽ നിന്ന് ആ ജീവനെ തെറിപ്പിച്ചു. അത് പ്രകൃതിയുടെ ഇച്ഛ. ആ സമയത്ത് ശരീരത്തിൽ നിന്ന് ജീവൻ പിരിഞ്ഞിരിക്കണം. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ നിന്നും ആ ജീവൻ ഇതുപോലെ ഏതൊരു സമയത്താണോ പിരിയേണ്ടതായിട്ടുള്ളത് ആ സമയത്ത് കൃത്യമായിട്ടും പിരിഞ്ഞിരിക്കും. അതെവിടെയാണെങ്കിലും, അമ്പലത്തിൽ വെച്ചായാലും ശരി, വിവാഹമണ്ഡപത്തിൽ താലി കെട്ടാൻ പോകുന്ന സമയത്താണ് ഒരാളിൻ്റെ ജീവൻ പിരിയേണ്ടതായിട്ടുള്ളത് എങ്കിൽ അവിടെ ആ ആൾ വീണ് ആ ശരീരത്തിൽ നിന്ന് ജീവൻ പിരിഞ്ഞിരിക്കും, ഒരു സംശയവുമില്ല. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ നിന്ന് ആ ജീവൻ എപ്പോഴാണ് പിരിയുന്നത് എന്ന് നമുക്കറിഞ്ഞുകൂടാ, ഒരു തിട്ടവുമില്ല, ഏത് സമയത്തുമാകാം. അടുത്ത ആഴ്ച ഞായറാഴ്ച ഇവിടെ സ്വാമി ചിലപ്പം വരണമെന്നില്ല. കാരണം എന്താ, ഇതിനിടയ്ക്ക് തട്ടിപ്പോകാനുള്ള സമയമായിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും തട്ടി വീണ് കിടക്കും, ആർക്കും സംശയമില്ല. നിങ്ങളുടെയും അവസ്ഥ അത് തന്നെയാണ്, എല്ലാവരുടെയും അവസ്ഥ അതാണ്. അതുകൊണ്ട് ഒരു നിമിഷം പോലും പാഴാക്കാതെ ഏതൊരാളാണോ ഈ അറിവിലേക്ക്, ഈ അറിവൊന്ന് കിട്ടിയാൽ കിട്ടുകയില്ല, കേൾക്കാൻ പോലും കിട്ടുകയില്ല. നമുക്ക് നിസ്സാരമായിട്ട് ഇവിടുന്ന് നിരന്തരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ആ അറിവിലേക്ക് ആരാണോ ഉണർന്ന് നിരന്തര വിചാരത്തിലൂടെ, നിരന്തര വിചാരം, അത് മാത്രം മതി. ഞാൻ അതാണ്, ഐ ആം ദാറ്റ്. ശിവോഹം 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 എന്ന് പറയുമ്പോൾ ഈ ഭാവം നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കണം. ഞാനെന്ന് പറയുന്നത് ഈ കുട്ടപ്പനോ ഗോപാലകൃഷ്ണനോ കാർത്യായനിയോ വസുമതിയോ നായരോ ഈഴവനോ ഒന്നുമല്ല. ഞാൻ ആ ശുദ്ധ സ്വരൂപം എല്ലാവരുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്ന, അവിടെ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസൽമാനെന്നോ ഒരു വ്യത്യാസവുമില്ല. സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം. ആ പരമേശ്വര ചൈതന്യം തന്നെയാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം, എന്നിലെത്താൻ. പക്ഷെ നമ്മളെല്ലാവരും ഞാൻ ഭാവത്തിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ അതിൽ നിന്ന് എത്ര കേട്ടാലും നമ്മൾ മാറുന്നില്ല. അങ്ങനെ ഞാൻ ഭാവത്തിൽ വെച്ച് തന്നെ ഡിം ഒരു വെടി തീരും. വീണ്ടും ജനിക്കാതിരിക്കണമെങ്കിൽ മരിക്കാതിരിക്കണം. ആ മരിക്കാതിരിക്കുന്ന അവസ്ഥയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അതാണ് എന്ന് ബോധിച്ച്
അതിലേക്ക് ആരാണോ നിരന്തര വിചാരത്തിലൂടെ ജീവിച്ചിരിക്കുമ്പോൾ തൻ്റെ ശ്രദ്ധയെ ഉയർത്തി 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 അതിൽ ബലപ്പെടുത്തി അതിൽ പ്രതിഷ്ഠിതനാകുന്നത് അയാൾക്ക് മരണമില്ല. മരണമില്ലെങ്കിലും അയാൾക്ക് അനുവദിച്ചിരിക്കുന്ന സമയം തീരുമ്പോൾ ഈ ശരീരം അടർന്നു വീഴും. ഉണങ്ങിയ മടൽ അടർന്നു വീഴുന്നത് പോലെ അടർന്നു വീഴും. അതിന് മുൻപ് തന്നെ അയാൾ തൻ്റെ ശ്രദ്ധയെ എത്തേണ്ടടുത്ത് എത്തിച്ചു, അതുമായിട്ട് യോജിപ്പിച്ചു. ഏതുമായിട്ട്? മരണമില്ലാത്ത ആ വസ്തുവുമായിട്ട്. മരണമില്ലാത്ത വസ്തു ഏതാണ്? തന്നിലെ താൻ. ആ തന്നിലെ ഞാനിൽ നിന്ന് തൻ്റെ ശ്രദ്ധയെ തന്നിലേക്ക് മാറ്റുക എന്നുള്ള ആ ഒരു നിസ്സാരമായ കാര്യം മാത്രം മതി ആത്മസാക്ഷാത്കാരം നേടുന്നതിന്. വളരെ നിസ്സാരം. ആർക്കും എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയല്ല, നാമരൂപരഹിതമായ ആ ചൈതന്യം എന്നിൽ മാത്രമല്ല സർവചരാചരങ്ങളുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ആ ആത്മചൈതന്യം അതേകം. ഏകോ ദേവഃ സർവഭൂതേഷു ഗൂഢഃ സർവവ്യാപി സർവഭൂതാന്തരാത്മ. പട്ടിയുടെയും പൂച്ചയുടെയും കൃമിയുടെയും കീടത്തിൻ്റെയും പതിവ്രതയുടെയും വേശ്യയുടെയും ഒക്കെ ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ആ ഏകമായ ചൈതന്യം, അതാണ് എൻ്റെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്നത്. അതാണ് താൻ. അപ്പോൾ താൻ എന്ന് പറയുന്നത് സർവവ്യാപിയാണ്, എങ്ങും നിറഞ്ഞിരിക്കുന്നു, ഒരു വ്യത്യാസവുമില്ല. സർവഭൂതസ്ഥമാത്മാനം സർവഭൂതാനി ച ആത്മനി ഈക്ഷതേ യോഗയുക്താത്മാ സർവത്ര സമദർശിനഃ. ആ ഭാവത്തിലേക്ക് ഉണർന്ന് ആ വീക്ഷണം തനിക്കുണ്ടായാൽ സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം. അതാണ് കൃഷ്ണൻ പറയുന്നത്. അഹമാത്മ, കൃഷ്ണൻ പോലും അതാണ് പറയുന്നത്. അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത. അതേ വാക്യം നിങ്ങൾക്കും പറയാം, അഹമാത്മാ. അതല്ലേ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഐ ആം നോട്ട് ദിസ് ബോഡി. ഈ ശരീരത്തിനകത്തിരിക്കുന്ന ശരീരി, ഐ എം ദാറ്റ്. നിസർഗദത്ത് മഹാരാജൻ്റെ പുസ്തകത്തിൻ്റെ പേരാണ് ഐ എം ദാറ്റ്. എന്താ അതിൻ്റെ അർത്ഥം? ഞാൻ ഇതല്ല, ഈ ശരീരമല്ല, ഇതിനകത്തിരിക്കുന്ന അത്. അതാണ് നമ്മുടെ ഉപദേശവാക്യം, തത് ത്വമസി, നീ അതാകുന്നു. ഏത്? സാമവേദം, ഛാന്തോഗ്യോപനിഷത്ത്. നീ അതാകുന്നു. അതങ്ങോട്ട് ബോധിച്ച ആൾ ഉടനെ പറയുന്നത് എന്താണ്? തന്നെ സ്വാമി, ഐ എം ദാറ്റ്. അഹം ബ്രഹ്മാസ്മി, അഹം ബ്രഹ്മാസ്മി. ആ ബ്രഹ്മം ഞാൻ തന്നെയാകുന്നു. അഞ്ചാമത്തെ മന്ത്രത്തിൽ പറയുന്നു, ആനന്ദഘനരൂപോ അസ്മി പരാനന്ദപരോ അസ്മ്യഹം യശ്ചിദേവം പരാനന്ദം സ ജീവൻ മുക്ത ഉച്യതേ. ആരാണ് ജീവൻ മുക്തൻ? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക്താവസ്ഥയിൽ കഴിയുന്നയാൾ. ആരാണ് ജീവൻ മുക്താവസ്ഥയിൽ കഴിയുന്നയാൾ? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഞാനെന്ന് പറയുന്നത് ഈ കുട്ടപ്പനോ ഗോപാലകൃഷ്ണനോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ഒന്നുമല്ല. ഞാനെന്ന് പറയുന്നത് എല്ലാ ശരീരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന ആ ശുദ്ധ സ്വരൂപം, ആ ആനന്ദ സ്വരൂപം. അതാണ് ഇവിടെ പറയുന്നത്. ആനന്ദഘന രൂപോ അസ്മി. ആനന്ദഘനം, വിജ്ഞാനഘനം, തമോഘനം എന്നൊക്കെ പറയുന്നില്ല. കട്ടിപിടിച്ച ഇരുട്ടിനെ തമോഘനം എന്ന് പറയുന്നില്ലേ? അതുപോലെ ആനന്ദഘനം, ആനന്ദസ്വരൂപമായിരിക്കുന്നു. ഏത്? നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആ ശുദ്ധ സ്വരൂപം. ഏത്? എങ്ങും നിറഞ്ഞു നിൽക്കുന്ന സർവേശ്വര ചൈതന്യം. ആ സർവേശ്വര ചൈതന്യം എന്ന് പറയുന്നത് എന്താണ്? പരബ്രഹ്മം. പരാനന്ദപരോ അസ്മി. ആ പരബ്രഹ്മം തന്നെയാണ്. ആ പരബ്രഹ്മം മായയുമായിട്ട് ചേരുമ്പോഴാണ് ഈശ്വരഭാവത്തിലിരിക്കുന്നത്. അവിദ്യയുമായിട്ട് ചേർന്നിരിക്കുമ്പോൾ ജീവഭാവത്തിലിരിക്കുന്നു.
നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ജീവഭാവത്തിലിരിക്കുന്നത് ആ ബ്രഹ്മം തന്നെയാണ്. അത് അവിദ്യ, അജ്ഞാനവുമായിട്ട് ചേർന്നിരിക്കുന്നത് കൊണ്ട്. അതേ ബ്രഹ്മം തന്നെയാണ് മായയുമായിട്ട് ചേർന്നിരിക്കുമ്പോൾ ഈശ്വരനായിട്ട് അറിയപ്പെടുന്നത്. മായോപഹിത ചൈതന്യം. നമ്മുടെ ഉള്ളിലിരിക്കുന്നത് അവിദ്യോപഹിത ചൈതന്യം, അവിദ്യയാൽ ഉപഹിതമായിരിക്കുന്ന ആ ചൈതന്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ, ഓരോ ജീവൻ്റെയും ഉള്ളിലിരിക്കുന്നത് അവിദ്യോപഹിത ചൈതന്യം. ഈശ്വരൻ്റെ ഉള്ളിലിരിക്കുന്നത് മായോപഹിത ചൈതന്യം. അവിദ്യയ്ക്കും മായയ്ക്കും അപ്പുറം, ഇത് രണ്ടുമില്ലാതെ ശുദ്ധ സ്വരൂപമായിട്ട് നിൽക്കുന്നത് ബ്രഹ്മം, പരമാത്മസ്വരൂപം. ആ പരമാത്മസ്വരൂപം തന്നെയാണ് ഓരോരുത്തരും എന്ന് തിരിച്ചറിഞ്ഞ് ഏതൊരാളാണോ തൻ്റെ ശ്രദ്ധയെ ആ ബോധത്തിലേക്ക് നിരന്തരമായിട്ട് ഉയർത്തി 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 അതിൽ നിരന്തരത നേടുന്നത്, അതിൽ ബലവാനാകുന്നത്, യോ യശ്രദ്ധഃ സ ഏവ സഃ, ആരുടെ ശ്രദ്ധയാണോ അതിൽ തന്നെ നിരന്തരമായിട്ട് നിലനിൽക്കുന്നത്. ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും നടക്കുമ്പോഴും എല്ലാം കണ്ടില്ലേ? ഡാൻസ് പഠിച്ച കൊച്ചു കുട്ടികൾ റോഡിൽ കൂടെ നടന്നാലും അല്ലേ മുദ്ര കാണിച്ചുകൊണ്ട് നടക്കും, സ്റ്റെപ്പ് ഇട്ടുകൊണ്ട് നടക്കും. അതുപോലെ തന്നെ സംഗീതം പഠിക്കുന്ന ആളുകൾ വലിയ ശല്യമാണ് അവരുടെ കൂടെ നടന്നാൽ അല്ലേ. ഹോട്ടലിലൊക്കെ വന്നിരുന്നാൽ തുടങ്ങും, അടിച്ചു തുടങ്ങും. കാരണം ആ ശീലം ഉണ്ടാക്കിയെടുക്കണം. അതുപോലെ ആധ്യാത്മിക സത്സംഗം കേൾക്കുന്ന ആളുകൾ ഈ ഭാവത്തിലേക്ക് തന്നെ ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് നിരന്തര വിചാരം. അതിനുള്ള എളുപ്പമായ മന്ത്രമാണ് നമ്മൾ 2 മന്ത്രം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോഹം, സഹ, അഹം. സോഹം അല്ലെങ്കിൽ ശിവോഹം. ശിവം, ആ മംഗളസ്വരൂപം. അത് പിരിഞ്ഞാൽ ശവം, അതിരിക്കുമ്പോൾ ശിവം. ആ പാമ്പൊക്കെ ഉള്ള പാർട്ടിയല്ല ഉദ്ദേശിക്കുന്നത്. ശിവം, മംഗളസ്വരൂപം. അത് ഉള്ളത് കൊണ്ടാണ് ഭാര്യയെ ഭർത്താവ് സ്നേഹിക്കുന്നത്, അമ്മയെ മകൻ സ്നേഹിക്കുന്നത്, മകനെ അമ്മ സ്നേഹിക്കുന്നത്. എല്ലാം ശരീരത്തിനകത്ത് ആ ചൈതന്യമുള്ളത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ യഥാർത്ഥ സ്വരൂപമെന്ന് പറയുന്നത് ആ ചൈതന്യ സ്വരൂപമാണ്. അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് ആരാണോ സദാസമയവും ആ ഭാവം തന്നിൽ നിരന്തരമായിട്ട് നിലനിർത്തുന്നത്, എത്ര കാലം വിചാരം ചെയ്യാതിരിക്കുമ്പോൾ പോലും ആ ഭാവം നമ്മിൽ സ്ഫുരിച്ചു കൊണ്ടിരിക്കണം അല്ലേ. നമ്മുടെ സ്വാമി രാമതീർത്ഥരുടെ കാര്യം പറഞ്ഞിരുന്നു. രാമതീർത്ഥരുടെ ശരീരത്തിൽ നിന്ന് സദാ ആ മന്ത്രം രാമ മന്ത്രം സദാ ഉയർന്നുകൊണ്ടിരുന്നു. സ്വാമി രാമതീർത്ഥർ ഒരിക്കൽ ജപ്പാനിൽ പോയിരുന്നു. ആ ജപ്പാനിൽ പോയിരുന്ന സമയത്ത് അവിടെയുള്ള ഇന്ത്യക്കാരെല്ലാം അദ്ദേഹത്തിൻ്റെ സത്സംഗം കേൾക്കുന്നതിനായിട്ട് വന്നു. നിരന്തരമായിട്ട് അദ്ദേഹം സത്സംഗം നടത്തിക്കൊണ്ടിരുന്നു. ഒരു ദിവസം സത്സംഗം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ഭൂമിയൊന്ന് കുലുങ്ങി. ആ കെട്ടിടം വല്ലാതെ ഉലഞ്ഞു. സത്സംഗത്തിൻ്റെ സംഘാടകർ എല്ലാവരും വിളിച്ചു പറഞ്ഞു, എല്ലാവരും ജീവരക്ഷാർത്ഥം പുറത്തേക്ക് ഓടാൻ പറഞ്ഞിട്ട് അവരാരും അവിടെ നിന്നില്ല. എല്ലാവരും ഇറങ്ങി ഓടി. ഓടിക്കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞ് ആ ഭൂമിയുടെ നടുക്കം തീർന്നു കഴിഞ്ഞ് ആളുകൾ തിരിച്ച് ഹാളിനകത്ത് വന്ന് നോക്കിയപ്പോൾ രാമതീർത്ഥർ മാത്രം ആ ഇരിക്കുന്ന സ്ഥലത്ത് അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ആളുകൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് അങ്ങ് ഓടാതിരുന്നത്? നിങ്ങളെല്ലാം വെളിയിലേക്ക് ഓടി, ഞാൻ ഉള്ളിലേക്ക് ഓടി. നിങ്ങളെല്ലാം വെളിയിലേക്ക് ഓടി, ഞാൻ ഉള്ളിലേക്ക് ഓടി. എൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ആത്മസത്തയുമായിട്ട് ഞാൻ യോജിച്ചിരുന്നു. ഇതാണ് ഭാവം. യദ്ഭാവോ തദ്ഭവതു. നിങ്ങൾക്കൊരു
അപകടവും ഉണ്ടാവില്ല. ആ ഭാവം ഉണ്ടെങ്കിൽ പ്രകൃതി തന്നെ സംരക്ഷിച്ചുകൊള്ളും. രാമതീർത്ഥർ ആ തരത്തിലുള്ള ആളായിരുന്നു. ആധ്യാത്മിക ജീവികൾ മുഴുവനും ആ തരത്തിൽ ഉള്ള ആളുകൾ തന്നെ ആയിരിക്കണം. അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അത് വിശകലനം ചെയ്യാൻ നമ്മൾ ആളല്ല. അതൊക്കെ ഓരോരുത്തരുടെയും സ്വഭാവമനുസരിച്ചാണ്. ആരാണോ സത്യസന്ധത പുലർത്തുന്നത്, ഈ കേൾക്കുന്ന കാര്യം ശുദ്ധമായിട്ട് ബോധിച്ച് ആ ഭാവത്തിൽ നിന്നുകൊണ്ട്, സദാ ആ ഭാവത്തിൽ തന്നെ നിന്നുകൊള്ളുന്നത്, ആ ഭാവമാണ് ആവശ്യം. അതേ സമയത്ത് ആ ഭാവത്തിൽ നിൽക്കുമ്പോഴും പ്രാരബ്ധാനുസാരം നിങ്ങൾ പല തെറ്റുകളിൽ കൂടി കടന്നുപോയെന്ന് വരാം. സാരമില്ല, പ്രാരബ്ധം, അതെല്ലാം പ്രാരബ്ധാനുസാരം. അപ്പോഴും അയാൾ തൻ്റെ ശ്രദ്ധയിൽ നിന്ന് വ്യതിചലിക്കുന്നില്ല. ശ്രദ്ധാവാൻ ബലവാൻ ഭവതി. പ്രാരബ്ധാനുസാരം അയാളിൽ പല തെറ്റുകളും വന്നു ചേരുന്നുണ്ട്. സാരമില്ല, അതെല്ലാം പ്രാരബ്ധത്തിൻ്റെ പട്ടികയിൽപ്പെടുത്തിയാൽ മതി. അപ്പോഴും ആരുടെ ശ്രദ്ധയാണോ തൻ്റെ കേന്ദ്രത്തിലുള്ളത്, ഏത് ശ്രദ്ധയിലാണോ താൻ തന്നെ നിലനിർത്തിയിരിക്കുന്നത്, അതിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ അയാളിലൂടെ സംഭവിക്കുന്ന തെറ്റുകളൊന്നും അയാളെ ബാധിക്കുകയില്ല. അതുകൊണ്ട് ലൗകികത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റ് സംഭവിക്കുന്നുണ്ട് എങ്കിൽ ആ മാർഗത്തിലേക്ക് നീങ്ങുന്ന ഒരാൾ താൻ അതിൽ നിന്ന് വ്യതിചലിച്ചു പോയോ, ഇനി തനിക്ക് പുരോഗതി ഉണ്ടാവുകയില്ലയോ എന്നൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. അതെല്ലാം പ്രാരബ്ധങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ വിട്ടുകളയുക. എവിടെയാണോ നിങ്ങൾ, എങ്ങോട്ടാണോ നിങ്ങൾ നീങ്ങാൻ ആഗ്രഹിക്കുന്നത്, ആ നീക്കം അവിരാമം തുടരണം. അവിരാമം തുടരണം. ലൗകിക വ്യാപാരങ്ങളിൽ ഏർപ്പെടുമ്പോൾ അപ്പോഴും അവിരാമം തുടരാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ, എപ്പോഴെല്ലാം സമയം കിട്ടുമോ അപ്പോഴെല്ലാം അത് തുടർന്നു കൊണ്ടിരിക്കണം, അത് മതി. അല്ലാതെ എല്ലാത്തിനെയും ഹോമിച്ച് കളയേണ്ട കാര്യമൊന്നുമില്ല. എപ്പോഴെല്ലാം നിങ്ങൾക്ക് സമയം കിട്ടുന്നുവോ അപ്പോഴെല്ലാം ശ്രദ്ധയോടുകൂടി ആ ഭാവത്തിലേക്ക് നീങ്ങണമെന്ന് ആഗ്രഹമുള്ള ആളിന് എപ്പോഴും അതിനുള്ള സമയം കിട്ടും. ഏത് കർമ്മത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും അവൻ്റെ ശ്രദ്ധ അതിൽ തന്നെ ആയിരിക്കും. അതുകൊണ്ട് ആ തരത്തിലുള്ള പേടിയൊന്നും ആർക്കും ആവശ്യമില്ല. വേണ്ടത് ശ്രദ്ധ. ആ വസ്തുവിലേക്ക്, ആ വസ്തുബോധത്തിലേക്ക് നിങ്ങൾക്ക് ഉണർവുണ്ടായിട്ടുണ്ടോ? ഞാൻ ഇതല്ല, ഈ കർമ്മത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടപ്പനോ ഗോപാലകൃഷ്ണനോ അല്ല ഞാനെന്ന് പറയുന്നത്, ആ കുട്ടപ്പനെയും ഗോപാലകൃഷ്ണനെയും നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ആ ശുദ്ധ ചൈതന്യം. സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം. അഹമാത്മാ, സർവവ്യാപിയായ ആ ചൈതന്യം, എങ്ങും നിറഞ്ഞിരിക്കുന്ന ചൈതന്യം, ആനന്ദസ്വരൂപം, ബോധസ്വരൂപം, അതാണ് താൻ. അതാണ് ഇവിടെ പറയുന്നത്, ആനന്ദഘനരൂപോ അസ്മി. ഞാൻ ആ ആനന്ദം ഘനീഭവിച്ചിരിക്കുന്ന, കൽക്കണ്ടത്തിലേതുപോലെയാണോ മധുരം ഘനീഭവിച്ചിരിക്കുന്നത്, അത് മധുരഘനമായിട്ടിരിക്കുന്നു. അതുപോലെ ഇത് ആനന്ദഘനം. ആ ഭാവത്തെ വിചാരം ചെയ്യുന്ന അവസരത്തിൽ അയാൾ ആനന്ദം കൊണ്ട് അങ്ങനെ ആറാടും. ആനന്ദസാഗരത്തിൽ ആറാടാൻ സാധിക്കും. ഞാൻ അതാണ് എന്ന ബോധത്തിലേക്ക് ഉണർന്നിരിക്കുന്ന ആളിന് മറ്റു യാതൊരു തരത്തിലുള്ള ക്ലേശങ്ങളും ഉണ്ടാവുകയില്ല. എന്നാലും ക്ലേശങ്ങളുടെ നടുവിലാണെങ്കിലും ആ ക്ലേശങ്ങളൊന്നും അയാളെ ബാധിക്കുകയില്ല. പരാനന്ദ പരോ അസ്മ്യഹം. ആ പരമമായ ആനന്ദത്തിനും അപ്പുറം ആണ് അയാളുടെ നില.
പരാനന്ദ പരോ അസ്മി അഹം, ഞാൻ അതാണ്. ആ പരമമായ ആനന്ദത്തിനും അപ്പുറമാണ് എൻ്റെ നില എന്ന് പറഞ്ഞാൽ, അതിനും അപ്പുറം എന്ന് പറഞ്ഞാൽ ഞാൻ അതിൽ നില നേടിക്കഴിഞ്ഞിരിക്കുന്നു. യസ് ചിദേവം, എൻ്റെ ചിത് സ്വരൂപം ആ ആനന്ദ സ്വരൂപമാണ്. ചിത് സ്വരൂപം, അതിൽ നിന്നാണ് ചിത്തമുണ്ടാകുന്നത്. ചിത് സ്വരൂപം, ആ ചിത് സ്വരൂപം തന്നെയാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം. അഹമാത്മാ എന്ന് കൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന ആ ചൈതന്യ സ്വരൂപം, ആ ഭാവം ആരിലാണോ സദാ നിലനിൽക്കുന്നത് അയാളെയാണ് ജീവൻ മുക്തൻ എന്ന് പറയുന്നത്. തേജോബിന്ദു ഉപനിഷത്തിലുള്ള മന്ത്രമാണ് ഇത്. ഋഭു മഹർഷി ആർക്കാ ഉപദേശിക്കുന്നത്? നിദാഘന്. ഋഭു മഹർഷി നിദാഘന് ഉപദേശിക്കുന്ന ഈ മന്ത്രം തേജോബിന്ദു ഉപനിഷത്തിൽ ഉള്ളതാണ്. അത് അതുപോലെ തന്നെ എടുത്തു ചേർത്തിരിക്കുകയാണ്. ആ ബ്രഹ്മമെന്ന് പറയുന്നത് എന്താണെന്നത് തൈത്തിരിയോപനിഷത്തിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ എത്രയോ പ്രാവശ്യം കേട്ടിട്ടുണ്ട്. യഥോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ. ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ ന ബിഭേദി കുതശ്ചന, അല്ലെങ്കിൽ കഥാചന. ആ ബോധത്തിലേക്ക് ഉണർന്നിട്ടുള്ള ഒരാളിന് യാതൊരു തരത്തിലുള്ള ദുഃഖവും ഉണ്ടാവുകയില്ല. കാരണം എന്താ? എപ്പോഴും അയാൾ ആനന്ദ തുന്തിലനാണ്. താൻ ആ ആനന്ദ സ്വരൂപമാണ്. ഏതൊന്നിനെക്കുറിച്ച് വിചാരം ചെയ്യുമ്പോഴാണോ വാക്കും മനവും എത്താതെ പിന്മടങ്ങുന്നത്, ആ ശുദ്ധ സ്വരൂപമാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്ന ആത്മചൈതന്യം. അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് സദാസമയവും ആ ഭാവത്തിൽ ആരുടെ ശ്രദ്ധയാണോ സദാ സ്ഫുരിച്ചു കൊണ്ടിരിക്കുന്നത്. എങ്ങനാ സ്ഫുരിക്കേണ്ടത്? ശിവോഹം ശിവോഹം ശിവോഹം. ശിവം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഈ നാമരൂപധാരിയിൽ നിന്ന് വേർപെട്ട്, അല്ലേ, ഹംസത്തിൻ്റെ മുമ്പിൽ പാല് കൊണ്ടുവച്ചാൽ ഏതു പ്രകാരമാണോ അത് ജലത്തെ നീക്കിയിട്ട് പാല് മാത്രം ഭുജിക്കുന്നത്, നീരാത് ക്ഷീരം പൃഥകൃത്യ ഹംസോ ഭവതി ന അന്യഥ. ഏതു പ്രകാരമാണോ ഹംസത്തിൻ്റെ മുമ്പിൽ വെള്ളവും പാലും കലർന്ന മിശ്രിതത്തെ വെച്ചു കൊടുത്താൽ അത് ജലത്തെ നീക്കിയിട്ട് ആ പാല് മാത്രം ഉൾക്കൊള്ളുന്നത്, അതുപോലെ ഞാനും താനും കലർന്നിരിക്കുന്ന നിങ്ങളിലെ മിശ്രിതത്തിൽ നിന്ന് ഞാനിനെ നീക്കിയിട്ട് ഏതൊരാളാണോ തന്നിൽ താനായിരിക്കുന്നത്, ദറ്റ് ഈസ് മോക്ഷമാർഗം. എങ്ങനെ മോക്ഷം കിട്ടും? എവിടെ പോയാൽ മോക്ഷം കിട്ടും? ആരോട് ചോദിച്ചാൽ കിട്ടും? എന്ത് ചെയ്യണം? ഒന്നും ചെയ്യണ്ട. ഈ അറിവ് നിലനിർത്തിയാൽ മാത്രം മതി. ഏതറിവ്? ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ കുട്ടപ്പനോ ഗോപാലകൃഷ്ണനോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസൽമാനോ ഒന്നുമല്ല. നാമരൂപരഹിതമായ ആ ചൈതന്യം എൻ്റെ ഉള്ളിൽ കൂടിയും അവൻ്റെ ഉള്ളിൽ കൂടിയും സർവ്വചരാചരങ്ങളുടെ ഉള്ളിൽ കൂടിയും കടന്നു പോകുന്ന, എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആ ഈശ്വര സ്വരൂപം, അതാണ് എന്നിലെ താൻ. ശിവം. ശിവോഹം ശിവോഹം ശിവോഹം. ശിവോഹം എന്ന മന്ത്രം നിങ്ങൾ ചൊല്ലുമ്പോൾ, അല്ലെങ്കിൽ അത് സ്മരിക്കുമ്പോൾ, നിങ്ങൾ ശിവസ്വരൂപമായിട്ടിരിക്കണം. ശിവം, ആ മംഗളസ്വരൂപം. അത് പിരിഞ്ഞാൽ ശവം, അതിരിക്കുമ്പോൾ ശിവം. അപ്പോൾ ശിവം ആരാണ്? നിങ്ങൾ തന്നെയാണ്. ശിവം, ആ മംഗളസ്വരൂപം നിങ്ങൾ തന്നെയാണ്. നിങ്ങളിലെ ഞാനെന്ന് ഭാവിച്ചാൽ അത് അമംഗളസ്വരൂപം, അശുദ്ധ സ്വരൂപം. അതാണ് പറയുന്നത്, ഹംസം ഏതുപോലെയാണോ പാലും ജലവും കലർന്ന മിശ്രിതത്തിൽ നിന്ന് ജലത്തെ നീക്കിയിട്ട് പാല് മാത്രം ഉൾക്കൊള്ളുന്നത്, അതുപോലെ ഞാനും താനും കലർന്നിരിക്കുന്ന തന്നിലെ മിശ്രിതത്തിൽ നിന്ന് ആരാണോ തന്നിലെ ഞാനിനെ നീക്കിക്കളഞ്ഞിട്ട് തന്നിൽ താനായിരിക്കുന്നത്,
ആ ഭാവം മാത്രം മതി. യദ്ഭാവോ തദ്ഭവതു. നിരന്തര ഭാവം, ആ ശുദ്ധ സ്വരൂപം. ശിവോഹം ശിവോഹം ശിവോഹം, സോഹം സോഹം സോഹം. സദാ മനസ്സിനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കണം, ആ മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കണം. മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഭാവം ആ ഭാവത്തിലേക്ക് നിങ്ങൾ അറിയാതെ ഉയർന്നുകൊണ്ടേയിരിക്കും. തേജോ ബിന്ദു ഉപനിഷത്തിൽ പറയുന്നത് പരമശിവൻ മുരുകന് കുമാരന് ഉപദേശിക്കുന്ന മന്ത്രങ്ങളാണ് തേജോ ബിന്ദു ഉപനിഷത്തിൽ. അതിനെയാണ് നമ്മുടെ ഋഭുഗീതയിൽ ഋഭു മഹർഷി നിദാഘന് കേദാരത്തിൽ വെച്ച് ഉപദേശിക്കുന്നത്. ഋഭു മഹർഷിക്ക് പരമേശ്വരൻ കൈലാസത്തിൽ വെച്ച് ഉപദേശിച്ചതാണ്. അത് തേജോ ബിന്ദു ഉപനിഷത്തിൽ പരമേശ്വരൻ കുമാരന് ഉപദേശിച്ചതാണ്. തേജോബിന്ദു ഉപനിഷത്തിൽ പറയുന്ന മന്ത്രം ചിദാത്മാഹം പരാത്മാഹം നിർഗുണോഹം പരാത്പരഃ ആത്മമാത്രേണ യസ്തിഷ്ഠേത് സ ജീവൻ മുക്ത ഉച്യതേ. ആത്മമാത്രേണ യസ്തിഷ്ഠേത്, ആരാണോ ആ ആത്മസ്വരൂപമായിട്ട്, ഇത് ഈ മന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് തന്നെ ചിദാത്മാഹം പരാത്മാഹം ആനന്ദഘനരൂപോ അസ്മ്യഹം. ആ ആത്മസ്വരൂപമായിട്ട് ആരാണോ തൻ്റെ ശ്രദ്ധയെ സദാ നിലനിർത്തുന്നത് അവനാണ് ജീവൻ മുക്തൻ. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക്തൻ. അതിൽ നിന്ന് വ്യതിചലിക്കാൻ പാടില്ല. തൻ്റെ ശ്രദ്ധയെ അതിൽ നിരന്തരമായിട്ട് നിലനിർത്തിക്കൊണ്ടിരിക്കണം. ലൗകിക പ്രശ്നങ്ങളുടെ നടുവിൽ ജീവിക്കുമ്പോൾ നിരന്തരമായിട്ട് തൻ്റെ ശ്രദ്ധയെ അതിൽ നിലനിർത്താൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ എവിടെയെല്ലാം അതിന് തടസ്സമുണ്ടാകുന്നുവോ അപ്പോഴെല്ലാം പ്രാരബ്ധമാണെന്ന് വിചാരിച്ചുകൊള്ളൂ. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് തന്നെ നിലനിർത്തണം. ഇത് മതി. അല്ലാതെ കാട്ടിലൊന്നും ഒളിച്ചോടേണ്ട കാര്യമില്ല. എല്ലാത്തിൻ്റെയും നടുവിൽ നിന്നുകൊണ്ട് വളരെ നിസ്സാരമായിട്ട് നേടിയെടുക്കാവുന്ന ഒന്നാണ് ആത്മസാക്ഷാത്കാരം. വളരെ നിസ്സാരമായിട്ട് എല്ലാവർക്കും ജാതി മത പരിഗണനകൾ കൂടാതെ ജീവിച്ചിരിക്കുമ്പോൾ തൻ്റെ യഥാർത്ഥ സ്വരൂപം, തന്നിലെ താൻ എന്താണെന്ന് ബോധിച്ച് ആ ബോധനിലയിൽ തന്നെ ആരാണോ തൻ്റെ ശ്രദ്ധയെ നിരന്തരമായിട്ട് ബലപ്പെടുത്തുന്നത്, ദാറ്റ് ഈസ് ആത്മവിദ്യ. ചിദാത്മാഹം പരാത്മാഹം നിർഗുണോഹം പരാത്പരഃ ആത്മമാത്രേണ യസ്തിഷ്ഠേത്. ആത്മമാത്രേണ യസ്തിഷ്ഠേത് സ ജീവൻ മുക്ത ഉച്യതേ. അവനെയാണ് ജീവൻ മുക്തൻ എന്ന് പറയുന്നത്. ഞാൻ ആ ആത്മചൈതന്യം. കൃഷ്ണൻ പറഞ്ഞതുപോലെ അഹമാത്മാ ഗുഡാകേശ സാർവഭൂതാശയസ്ഥിത അഹമാദിശ്ച മദ്യം ച ഭൂതാനാം അന്ത ഏവ ച. വിവേക ചൂടാമണിയിലെ ശങ്കരാചാര്യ സ്വാമികൾ പറയുന്ന ഒരു മന്ത്രം, ബ്രഹ്മാഭിന്നത്വ വിജ്ഞാനം ഭവമോക്ഷസ്യ കാരണം. ഈ സംസാര സാഗരത്തിൽ നിന്ന് മോചനം വേണമെന്നുണ്ടെങ്കിൽ ഭവമോക്ഷം എന്താണ്? ബ്രഹ്മാഭിന്നത്വ വിജ്ഞാനം. ആ ബ്രഹ്മവും ഞാനും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. എന്താ ബ്രഹ്മം? എൻ്റെ ആത്മചൈതന്യം തന്നെയാണ്. എന്നിലെ താൻ, നാട്ട് ഞാൻ. രണ്ടും നിങ്ങളിലുണ്ട്. ഞാനായിരിക്കുന്നതും താനായിരിക്കുന്നതും നിങ്ങൾ തന്നെയാണ്. തിരിച്ചറിവിലൂടെ ആരാണോ ഈ ശരീരത്തിൽ തന്നിലെ താനായിട്ട് സദാ നിലനിൽക്കുന്നത്, തന്നിലെ താനായിട്ട് തന്നെ സദാ നിലനിർത്തുന്നത്,
ദാറ്റ് ഈസ് സ്പിരിച്വാലിറ്റി. ആധ്യാത്മികത എന്ന് പറയുന്നത് അതാണ്. ആർക്കുമാകാം. അവിടെ ആണ് പെണ്ണ് അങ്ങനത്തെ വ്യത്യാസമൊന്നുമില്ല, അല്ലേ? സ്ത്രീകൾക്കൊക്കെ ദീക്ഷ കൊടുക്കാതിരുന്ന അന്നത്തെ കാലമൊന്നും അറിവില്ലാത്തത് കൊണ്ടാണ്. അതിനാ വ്യത്യാസമൊന്നുമില്ല. പുരുഷനായാലും സ്ത്രീയാണെങ്കിലും ഞാൻ ആ ചൈതന്യ സ്വരൂപം, ആ ആനന്ദ സ്വരൂപം, അല്ലേ എന്ന ബോധം. സർവകം സച്ചിദാത്മാനം ജ്ഞാനചക്ഷുർ നിരീക്ഷതേ അജ്ഞാനചക്ഷുർ ന ഈക്ഷതേ ഭാസ്വന്തം ഭാനും അന്ധവത്. ഇത് മറ്റൊരു ഉപനിഷത്തിലുള്ളതാണ്, വരാഹോപനിഷത്ത്. സർവകം സച്ചിദാത്മാനം ജ്ഞാനചക്ഷുർ നിരീക്ഷതേ. ആരാ ജ്ഞാനചക്ഷു? ഇപ്പം ഇവിടെ ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ അറിവ് ആരാണോ നേടിയിട്ടുള്ളത്, ബോധിച്ചിട്ടുള്ളത്? ഞാനെന്ന് പറയുന്നത് ഈ കുട്ടപ്പനോ ഗോപാലകൃഷ്ണനോ അല്ല. ഞാനെന്ന് പറയുന്നത് എന്നിലെ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ആ ആത്മചൈതന്യമാണ്. തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് തിരിച്ചറിഞ്ഞ് ആ ആത്മചൈതന്യത്തെ ആരാണോ അറിവാകുന്ന നേത്രത്തിലൂടെ സദാ കാണുന്നത്, അതാണ് ജ്ഞാനദൃഷ്ടി. എല്ലാവർക്കുമാകാം, വേണ്ടത് അറിവ് മാത്രം. സർവകം സച്ചിദാത്മാനം ജ്ഞാനചക്ഷുർ നിരീക്ഷത. അതെങ്ങനെയുള്ളതാണ്? സർവകം, സർവവ്യാപി, സർവ്വതിലും കൂടി ഗമിക്കുന്ന, സർവ്വതിലും വ്യാപിച്ചിരിക്കുന്ന, എല്ലാത്തിലും. സർവകം സച്ചിദാത്മാനം ജ്ഞാനചക്ഷുർ നിരീക്ഷ്യത. ജ്ഞാനചക്ഷു ആരാ? ജ്ഞാനനേത്രം തുറന്നിട്ടുള്ളവൻ. ഇതുപോലെയുള്ള സത്സംഗത്തിലൂടെ നിരന്തരമായി കേട്ട് 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 ആ അറിവാകുന്ന നേത്രം ആരിലാണോ തുറന്നിട്ടുള്ളത് അവനെയാണ് ജ്ഞാനചക്ഷു എന്ന് പറയുന്നത്. അജ്ഞാനചക്ഷുർ ന ഈക്ഷതേ ഭാസ്വന്തം ഭാനുമന്ധവത്. ഒരു കുരുടൻ ഏതുപോലെയാണോ പ്രകാശിച്ച് നിൽക്കുന്ന സൂര്യനെ കാണാതിരിക്കുന്നത്? എന്തുകൊണ്ട്? അവൻ അന്ധനായതുകൊണ്ട്. അതുപോലെ ഈ അറിവിലേക്ക് ഉണർന്നിട്ടുള്ള ആളുകൾ അന്ധന് സമാനമാണ്, അന്ധർക്ക് സമാനമാണ്. ഈ അറിവിലേക്ക് ഉണർന്നിട്ടുണ്ടെങ്കിൽ ഏതൊരാളിനും ആ ശുദ്ധ സ്വരൂപത്തെ തന്നിൽ കാണാം. അതാണ് ജ്ഞാനനേത്രം കൊണ്ടുള്ള ദർശനം, ജ്ഞാനദൃഷ്ടി. നിങ്ങൾക്ക് ആർക്കുമാകാം, നിങ്ങൾക്കെല്ലാവർക്കുമാകാം തൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ശുദ്ധ സ്വരൂപം. അജ്ഞാനചക്ഷുർ ന ഈക്ഷതേ ഭാസ്വന്തം ഭാനുമന്ധവത്. പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന സൂര്യനെ ഏതു പ്രകാരമാണോ അന്ധൻ കാണാതിരിക്കുന്നത്, അതുപോലെ ആരുടെ ഉള്ളിലാണോ ഈ അറിവ് വികസിക്കാതിരിക്കുന്നത്, ഈ അറിവാകുന്ന നേത്രം തുറക്കാതിരിക്കുന്നത്, അവർക്ക് ആ ദർശനം കിട്ടുകയില്ല. ഏത് ദർശനം? ആത്മദർശനം, ആത്മസാക്ഷാത്കാരം. ഇറ്റ്സ് വെരി സിമ്പിൾ. നിങ്ങൾക്കെല്ലാവർക്കും ഈ ജന്മത്തിൽ തന്നെ ഇനി ജന്മമില്ലാത്ത നിലയിലേക്ക്, ദാറ്റ് ഈസ് കാൾഡ് മോക്ഷം. എവിടെ പോയാൽ മോക്ഷം കിട്ടും? കാശി പോയാൽ മോക്ഷം കിട്ടുമോ? കൈലാസത്തിൽ പോയാൽ മോക്ഷം കിട്ടുമോ? അവിടെ പോയാലൊന്നും കിട്ടുകയില്ല. ഒരു സ്ഥലത്ത് പോയാലും മോക്ഷം കിട്ടുകയില്ല. മോക്ഷം കിട്ടേണ്ടതായിട്ടുള്ളതേ അല്ല, കിട്ടപ്പെട്ടിരിക്കുന്നതാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ശുദ്ധ സ്വരൂപമാണ് മോക്ഷസ്വരൂപം. ഞാൻ അതാണ് എന്ന് ബോധിച്ച് ഏതൊരാളാണോ സ്വയം അതായിട്ട് ഈ ശരീരത്തിൽ പ്രകാശിക്കുന്നത്, അതാണ് മോക്ഷം. അതാരും തരുന്നതല്ല, ആരും തരേണ്ടതായിട്ടില്ല, ആർക്കും തരാനും കഴിയില്ല. അവരവരുടെ ഉള്ളിലുള്ളതിനെ തിരിച്ചറിഞ്ഞ് ആരാണോ സ്വയം പ്രകാശിക്കുന്നത്, സ്വയം പ്രകാശിക്കണം. അതാണ് പറയുന്നത്. എന്താ, നമ്മൾ നേരത്തെ ഒരു മന്ത്രം പറഞ്ഞല്ലോ, എല്ലാം കിട്ടുന്നതല്ല എന്നുള്ളത്. അപ്പോൾ വരാഹോപനിഷത്തിൽ തന്നെ ഇതിൽ മറ്റൊരു മന്ത്രം പറയുന്നുണ്ട്. എന്താണ്?
ദേഹാത്മജ്ഞാനവജ്ഞാനം ദേഹാത്മജ്ഞാനബാധകം. ഞാൻ ഈ ശരീരമാണ് എന്നുള്ള ധാരണ, അതാണ് നമ്മുടെ ഉള്ളിലുള്ളത്. ഞാൻ ഈ ശരീരമാണ്. ശരീരാത്മജ്ഞാനം. ദേഹാത്മജ്ഞാനവജ്ഞാനം ദേഹാത്മജ്ഞാനബാധകം. അതെങ്ങനെയാണ് ഇല്ലാതാകുന്നത്? ആത്മന്യേവ ഭവേത് യസ്യ സ ന ഇച്ഛന്ന വിമുച്യതേ. ഞാനെന്ന് പറയുന്നത് ഈ ശരീരമല്ല, ഈ ശരീരത്തിനകത്തിരിക്കുന്ന ശരീരിയാണ് എന്ന ബോധത്തിലേക്ക് ഉണർന്ന് ഏതൊരാളാണോ സദാസമയവും തൻ്റെ ശ്രദ്ധ ആ ഭാവത്തിൽ തന്നെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്, അയാൾ വേണ്ടെന്ന് പറഞ്ഞാലും അയാൾക്ക് മോക്ഷം ഉറപ്പാണ്. ന ഇച്ഛന്നഭിമുച്യതേ. എനിക്ക് മോക്ഷം ആവശ്യമില്ല എന്ന് പറഞ്ഞാലൊന്നും നോക്കില്ല. മോക്ഷം കിട്ടിയതൊരു നീ മോക്ഷമാർഗത്തിലാണ്, മോക്ഷപ്രാപ്തനാണ്. കാരണം ഇനി നിനക്ക് ജന്മമില്ല. എന്തുകൊണ്ടില്ല? നിനക്ക് മരണമില്ല. എന്തുകൊണ്ട് മരണമില്ല? നീ മരണമില്ലാത്ത വസ്തുവായിട്ട് മാറിക്കഴിഞ്ഞു. മരിക്കുന്നതിന് മുൻപ് ആരാണോ തന്നെ ആ മരണമില്ലാത്ത വസ്തുവുമായിട്ട് യോജിപ്പിച്ച് അമരത്വം നേടുന്നത്, ദാറ്റ് ഈസ് മോക്ഷം. ഇതൊക്കെ സംഭവിക്കുമോ സ്വാമി? എന്താ സംഭവിച്ചാൽ? എന്താ സംഭവിക്കാനുള്ള തടസ്സം? എന്തെങ്കിലും തടസ്സമുണ്ടോ? നിങ്ങളോട് ആരോടും ഭാര്യയെ കളയാൻ പറയുന്നില്ല, മക്കളെ കളയാൻ പറയുന്നില്ല, വീട് ഉപേക്ഷിക്കാൻ പറയുന്നില്ല, കാട്ടിൽ പോകാൻ പറയുന്നില്ല, കൈലാസത്തിൽ പോകാൻ പറയുന്നില്ല, കാഷായം ഉടുക്കാൻ പറയുന്നില്ല, താടി വളർത്താൻ പറയുന്നില്ല. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഇതൊക്കെ എന്തിനാ സ്വാമി ഇട്ടുകൊണ്ടിരിക്കുന്നത്? താടി വളർത്തിയിരിക്കുന്നു, കാഷായം ഉടുത്തിരിക്കുന്നു. ഇതൊക്കെ ഉടുത്തു കഴിഞ്ഞ് ആ മാർഗത്തിൽ വന്ന് ആ അറിവിലേക്ക് ഉയർന്നപ്പോഴാണ് ഇതില്ലെങ്കിലും അത് നേടാം എന്ന അറിവുണ്ടാകുന്നത്. ആ അറിവുണ്ടായി കഴിഞ്ഞാൽ ഈ കാഷായം അങ്ങോട്ട് മാറ്റിക്കളഞ്ഞാൽ എന്നിലെ ആത്മജ്ഞാനം ഇല്ലാതാവുകയില്ല. ഞാൻ താടി പഠിച്ചു കഴിഞ്ഞാൽ എന്നിലെ ആത്മജ്ഞാനം ഇല്ലാതാവുകയില്ല. അതുകൊണ്ട് ഈ താടിയോ കാഷായമോ ഒന്നുമല്ല. പക്ഷേ ഇതൊക്കെ എന്തിനാ ഇട്ടിരിക്കുന്നത്? ഇതൊക്കെ ഒരു ചെടി നട്ട് കഴിഞ്ഞാൽ ഏത് പ്രകാരമാണോ പശുക്കളും കന്നുകാലികൾ അതിനെ വന്ന് കടിച്ചു ഉറച്ച് നശിപ്പിക്കാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് വേലി കെട്ടുന്നത്, അതുപോലെ ഒരു സംരക്ഷണ കവചമാണ് ഇതൊക്കെ. ഇല്ലേ, താടിയൊക്കെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് പ്രാന്തനെ പോലെ നടക്കുന്നു ഇല്ലേ എന്ന് പറഞ്ഞ് ആളുകൾ വലുതായിട്ട് ശ്രദ്ധിക്കാനൊന്നും പോകുന്നില്ല. നേരത്തെ വെള്ളമടിക്കുന്ന ശീലമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ സന്യാസം വാങ്ങിച്ച് കാഷായമൊക്കെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ അപ്പോഴും വെള്ളമടിക്കണമെന്നുള്ളൊരു ആഗ്രഹം വന്നാൽ ആ കാഷായത്തോടു കൂടി ഷാപ്പിലേക്കൊന്ന് കയറാൻ ഇല്ലേ ഒരു മടി. ആളുകളെന്തോ വിചാരിക്കും അല്ലേ? സംരക്ഷിക്കുന്ന ഒരു കവചമായിട്ട് അത് മാറും. അതുകൊണ്ട് അതൊക്കെ വളരെ നല്ലത് തന്നെയാണ്, അതൊക്കെ ആവശ്യം തന്നെയാണ്. എന്നാൽ ഇതൊക്കെ ഉണ്ടെങ്കിലേ സാക്ഷാത്കാരം കിട്ടൂ എന്നൊന്നും ആരും ശഠിച്ചു കളയരുത്. ഇതൊന്നുമില്ലെങ്കിലും ഏതൊരാളിൻ്റെ ശ്രദ്ധയാണോ ഞാനെന്ന് പറയുന്നത്, ഈ ശരീരമല്ല, ഈ ശരീരത്തിനകത്തിരിക്കുന്ന ശരീരിയാണ് എന്നുള്ള ബോധത്തിലേക്ക്, അതാണ് ദേഹാത്മജ്ഞാനവജ്ഞാനം ദേഹാത്മജ്ഞാനബാധകം ആത്മന്യേവ ഭവേത് യസ്യ. ആ ആത്മചൈതന്യത്തിലേക്ക് ആരുടെ ശ്രദ്ധയാണോ ഉണർന്നിരിക്കുന്നത്, അവന് കാഷായവും വേണ്ട, താടിയും വേണ്ട, ഒന്നും വേണ്ട. താൻ ആ ആത്മസ്വരൂപം ശിവോഹം 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 ശിവോഹം. ആത്മന്യേവ ഭവേത് യസ്യ സ ന ഇച്ഛന്നപി മുച്യതേ. അവൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും അവൻ മോചിതനാണ്. മോചനം ഉറപ്പാണ്. ഏതു പ്രകാരം? നടന്നു പോകുന്ന സമയത്ത് ഒരു തീക്കട്ട കിടക്കുന്നു, ആ തീക്കട്ടയിൽ നമ്മൾ ചവിട്ടിയാൽ ഏതു പ്രകാരമാണോ പൊള്ളലുറപ്പ്, അതുപോലെ
ഈ ബോധത്തിലേക്ക്, ഈ ശരീരബോധത്തിൽ നിന്ന് ശരീരിബോധത്തിലേക്ക് ഏതൊരാളിൻ്റെ ശ്രദ്ധയാണോ ഉണരുന്നത്. നിങ്ങൾ കുടുംബത്തിൽ ജീവിച്ചുകൊണ്ടൊന്നും തെറ്റില്ല. എല്ലാത്തിൻ്റെയും നടുവിൽ നിൽക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ബോധമുണ്ടായിരുന്നാൽ മതി. ഞാൻ ആരുടെയും ഭാര്യയുമല്ല, ആരുടെയും ഭർത്താവുമല്ല, ആരുടെയും അമ്മയുമല്ല, ആരും എൻ്റെ മക്കളുമല്ല. ഞാനെങ്ങും നിറഞ്ഞിരിക്കുന്ന ആ ശുദ്ധ ചൈതന്യം, ആത്മചൈതന്യം. ആത്മന്യേവ ഭവേത്യസ്യ ശരീരാത്മവജ്ഞാനം. എന്താ ശരീരാത്മജ്ഞാനവജ്ഞാനം, ദേഹാത്മജ്ഞാനവജ്ഞാനം, ദേഹാത്മജ്ഞാനബാധകം ആത്മന്യേവ ഭവേത് യസ്യ. ആ ആത്മചൈതന്യമാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന ബോധത്തിലേക്ക് ഉണർന്നു കഴിഞ്ഞാൽ അവൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും അവന് മോക്ഷം ഉറപ്പാണ്. ഇത് നിങ്ങളുടെ പ്രവൃത്തിയിൽ കൊണ്ടുവരണം. അതിന് ഒരു പ്രയത്നവും ചെയ്യേണ്ട കാര്യമില്ല. ആ ഭാവം മാത്രം മതി. അങ്ങനെയുള്ളയാൾ വിചാരബിന്ദു ഉപനിഷത്ത് പറയും, ശിവമാത്മനി പശ്യന്തി പ്രതിമാസു ന യോഗിനഃ. തൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ആത്മചൈതന്യത്തെ അറിവിലൂടെ ദർശിച്ച ആൾ, ശിവമാത്മനി, ശിവം ആ മംഗളസ്വരൂപം, ആത്മനി തന്നിൽ, ശിവമാത്മനി പശ്യന്തി പ്രതിമാസു ന യോഗിനഃ. പിന്നെ അയാൾ അമ്പലത്തിൽ പോയി ആ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ ഭഗവാനെ എന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ട് നിൽക്കില്ല. കാരണം ഹി നോസ് what God is and where He is. He is dwelling everywhere. എല്ലാ സ്ഥലത്തും, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ. സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം വിനശ്യൽസു അവിനശ്യന്തം. നശ്വരമായ ഈ ശരീരത്തിനകത്തിരിക്കുന്ന അവിനാശിയായ വസ്തു, അതിനെ ഒരിക്കലും ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക എന്നൊക്കെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അതിനെ ആർക്കും വെട്ടിമുറിക്കാനോ ഉണക്കാനോ വെള്ളത്തിലിട്ട് കുതിർക്കാനോ ഒന്നും സാധ്യമല്ല. ആത്മചൈതന്യം അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് ഏതൊരാളാണോ സദാസമയവും താൻ അതാണ് എന്ന വിചാരം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതാണ് ദേഹാത്മജ്ഞാനവജ്ഞാനം, ദേഹാത്മജ്ഞാനബാധകം. ഈ ശരീരമാണ് ഞാനെന്നുള്ള ആ ഭാവം, ആ അജ്ഞാനഭാവം നീങ്ങുന്നതിനുള്ള മാർഗം എന്താണ്? ഈ ശരീരമല്ല ഞാൻ, ഈ ശരീരത്തിനകത്തിരിക്കുന്ന ശരീരിയാണ് എന്നുള്ള ഭാവം സദാ നിലനിർത്തുക. ആളിന് മോക്ഷം ഉറപ്പ്. ഒരു കാശിയിലും പോകണ്ട, ഒരു കൈലാസത്തിലും പോകണ്ട. നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് എല്ലാ കർമ്മങ്ങളിലും വ്യാപരിച്ചുകൊണ്ട് ഇരിക്കുമ്പോഴും, എല്ലാ കർമ്മങ്ങളിലും വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഭാവമുണ്ടായിരിക്കണം. ഈ കർമ്മത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഞാനല്ല എന്നിലെ ഞാൻ. ഈ കർമ്മത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും ഒരു കർമ്മത്തിലും വ്യാപരിക്കാതിരിക്കുന്ന തന്നിലെ താൻ. നോക്കൂ, അടിവരയിട്ട് മനസ്സിലാക്കണം. സർവകർമ്മങ്ങളിലും വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഒരു കർമ്മത്തിലും വ്യാപരിക്കാതിരിക്കുന്ന തന്നിലെ താൻ. കർമ്മത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത് ആരാണ്? തന്നിലെ ഞാൻ. തന്നിലെ താൻ ഒരു കർമ്മത്തിലും വ്യാപരിക്കുന്നില്ല. അതാണ് സർവകർമ്മങ്ങളിലും വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോഴും. അതാണ് കർമ്മത്തെക്കുറിച്ച് അറിയണമെന്ന് ഭഗവത്ഗീത പ്രത്യേകം പറയുന്നു. കർമ്മണോ ഹ്യപി ബോദ്ധവ്യം ബോദ്ധവ്യം ച വികർമ്മണഃ അകർമ്മണശ്ച ബോദ്ധവ്യം ഗഹന കർമ്മണോ ഗതി. കർമ്മം ചെയ്യുമ്പോഴും കർമ്മം ചെയ്യാത്തവനായിട്ടിരിക്കുന്ന ആ രഹസ്യം നമുക്ക് അടുത്തയാഴ്ച വിചാരം ചെയ്യാം. മോക്ഷം വളരെ സിമ്പിളാണ്, വളരെ സിമ്പിൾ. ഓ